ഹായ് ഓൾ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ക്ലൈംബിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ബൈ ആൻഡ്രീന റിച്ച് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇൻ വിച്ച് കളക്ഷൻ വാസ് ക്ലൈംബിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്? In which collection was climbing and education include? The dream of a common language, on lies secret and silence, leaflets, none of these. അതിൽ ഏതിലാണെന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓൺ ലൈസ് സീക്രറ്റ്സ് ആൻഡ് സൈലൻസ് എന്നുള്ള കളക്ഷനിലാണ് ക്ലൈംബിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള എസ്സേ വന്നിട്ടുള്ളത് കേട്ടോ. ഓൺ ലൈസ് സീക്രറ്റ്സ് ആൻഡ് സൈലൻസ്. Second question, in which college did Andrina Rich deliver the speech entitled Climbing and Education? ഈ ഒരു സ്പീച്ച് നടത്തിയത് ഏത് കോളേജിലാണ് എന്നുള്ളതാണ് ആൻസർ. ഡോഗ്ലസ് കോളേജ് USA. ഡോഗ്ലസ് കോളേജ് USA. ഹൂ വാസ് ദ ഓതർ ഓഫ് ജെയിൻ എയർ? ജെയിൻ എയർ എന്നുള്ളത് ചാർലറ്റ് ബ്രോണ്ടേൻ്റെ ഒരു വിക്ടോറിയൻ പോയറ്റായിട്ടുള്ള ഫീമെയിൽ പോയറ്റായിട്ടുള്ള ചാർലറ്റ് ബ്രോണ്ടേൻ്റെ വർക്കിൻ്റെ പേരാണ്, നോവലാണ് ജെയിൻ എയർ കേട്ടോ. ജെയിൻ എയർ എഴുതിയ ആൾ ചാർലറ്റ് ബ്രോണ്ടെ. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വിക്ടോറിയൻ പോയറ്റ്സ് ഉണ്ട്, ഫീമെയിൽ ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. അതിലുള്ള ഒരാളാണ് ചാർലറ്റ് ബ്രോണ്ടെ. അവരുടെ വർക്കിൻ്റെ പേരാണ് ജെയിൻ എയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഓതർ പറഞ്ഞു. ഫോർത്ത് വൺ, ഹൂ സ്റ്റേറ്റഡ് ദാറ്റ് വ്യൂമൻ അപ്രിഹെൻഷൻ ഈസ് ക്വിക്കർ ദാൻ ദാറ്റ് ഓഫ് മെൻ but their defect lies for the most part in the logical faculty and in the higher mental activities. ഇവിടെ പറയുന്നത് ആരാണ് ഇങ്ങനെ പറയുന്നത്? സ്ത്രീകളുടെ അണ്ടർസ്റ്റാൻഡിങ്, അവർ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ പുരുഷനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പാർട്ട് ഇൻ ദ ലോജിക്കൽ ഫാക്കൽറ്റി ആൻഡ് ദ ഹയർ മെൻ്റൽ ആക്ടിവിറ്റീസ്. അതിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നതാണ്. അത് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വുമൻസിൻ്റെ അപ്രിഹെൻഷൻ കപ്പാസിറ്റി ഫീമെയിലിൻ്റെത് പുരുഷനെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നും, അല്ലെങ്കിൽ ഇവരുടെ ഡിഫക്റ്റ് ലേസ് ഇൻ ദ മോസ്റ്റ് പാർട്ട് ഓഫ് ലോജിക്കൽ ഫാക്കൽറ്റി ഇൻ ദ ഹയർ മെൻ്റൽ ആക്ടിവിറ്റീസ് എന്നുള്ളതും പറഞ്ഞത് ആരാണെന്ന് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് എന്നുള്ള ഫീമെയിൽ റൈറ്ററായിട്ടുള്ള ആളാണ് പറഞ്ഞത്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്, ഫീമെയിൽ റൈറ്റർ ഓഫ് വിക്ടോറിയൻ ഏജ്. നമ്മളിപ്പം ചാർലറ്റ് ബ്രോണിനെ പറഞ്ഞു, അതുപോലെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും വിക്ടോറിയൻ പോയറ്റായിട്ടുള്ള ഫീമെയിൽ റൈറ്ററാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ഇൻ എ സെൻറ്റൻസ് ഓർ ടു. ഹൗ ഡിഡ് ആൻഡ്രീന റിച്ച് പ്ലാൻ ടു സെപ്പറേറ്റ് ഹെർ റിമാർക്സ് ഇൻ ടു ടു പാർട്സ്? രണ്ട് പാർട്ടായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? എബൌട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു ഇതിൽ സ്പീച്ചിൽ പറയുന്നത്. അത് രണ്ട് പാർട്ടായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? Andrina Rich planned to separate her remarks into two parts by saying some thoughts about women student and some thoughts about teachers. വിമൻ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടും സം തോട്ട് അബൌട്ട് ടീച്ചേഴ്സിനെ കുറിച്ചിട്ടുമാണ്. ഹു ടീച്ച് ഇൻ വിമൻസ് കോളേജ്. ആദ്യം പറഞ്ഞത് ഫീമെയിൽ സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ടും, രണ്ടാമത് പറഞ്ഞത് ഫീമെയിൽ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും. ഹു ടീച്ച് ഇൻ വുമൻസ് കോളേജ്. സം തോട്ട്സ് അബൌട്ട് ടീച്ചേഴ്സ്, ഫീമെയിൽ ടീച്ചേഴ്സ് എന്നില്ല, സ്ത്രീകളെ കുറിച്ചിട്ടും, സ്ത്രീ വിദ്യാർത്ഥികളെ കുറിച്ചിട്ടും, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും, അതുപോലെ ചില ടീച്ചേഴ്സിൻ്റെ വുമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ചിന്തകളെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ബോത്ത് ആർ ഇൻഡിവിസിബിൾ. അത് രണ്ടും ഇൻഡിവിസിബിളാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ദർ ഈസ് ആൻ എത്തിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ദെയർ പ്രൊഫസേഴ്സ്. അല്ലേ, ഒരു എത്തിക്കലായിട്ടുള്ള, ഒരു മോറലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു യുക്തിപരമായിട്ട് ഇൻ്റലക്ച്വലായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻറ്റ് ആൻഡ് ദ പ്രൊഫസേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. മെൻഷൻ വൺ ഓഫ് ദി ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് ഓഫ് ദി യൂണിവേഴ്സാലിറ്റി ഓഫ് ലേണിംഗ് അക്കോർഡിംഗ് ടു റിച്ച്. മെൻഷൻ വൺ ഓഫ് ദി ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് ഓഫ് യൂണിവേഴ്സിറ്റി ലേണിംഗ് അക്കോർഡിംഗ് ടു റിച്ച്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വീക്ക്നെസ് ഉണ്ട് എന്ന് പറയാൻ കാരണമാണ്. അക്കോർഡിംഗ് ടു റിച്ച്, one of the devastating weakness of the university learning has been its most total neglect of women's experience and thought from curriculum. അതിലെന്തില്ല, സ്ത്രീകളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടോ സ്ത്രീകളുടെ ചിന്തയെക്കുറിച്ചിട്ടോ നമ്മൾ എന്തിലില്ല, സിലബസിലോ പാഠ്യപദ്ധതിയിലോ ഒന്നും സ്ത്രീകളുടെ ചിന്താഗതികളോ സ്ത്രീകളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ റൈറ്റിങ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെയോ
ആൻഡ് ഇറ്റ്സ് എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ മെമ്പേഴ്സ് ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യവും വളരെ കുറവാണ്, അല്ലെങ്കിൽ ലേഡീസ് ടീച്ചേഴ്സ് വളരെ കുറവാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലെയിം ആൻ എഡ്യൂക്കേഷൻ ആൻഡ് ടു റിസീവ് ആൻ എഡ്യൂക്കേഷൻ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ ക്ലെയിം ചെയ്യുന്നതും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. The difference between claim on education, receive on education is that one is acting and another is being acted upon. Claiming an education എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിങ് ആണ്, നമ്മൾ അഭിനയിക്കുകയാണ്. പിന്നെ റിസീവിങ് എഡ്യൂക്കേഷൻ അനദർ ഈസ് ബീങ് ആക്റ്റഡ് അപ്പോൺ, നമ്മളെ അങ്ങനെ ആക്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഫോർ വിമൻ ഇറ്റ് ക്യാൻ ലിറ്ററലി മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. സ്ത്രീകൾക്കത് എന്താണ്? ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒന്ന് നമ്മൾ തന്നെ ആക്ട് ചെയ്യുക, രണ്ടാമത് നമ്മളെ ആക്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വിമൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഡിമാൻഡ് ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് വിമൻ സ്റ്റഡീസ് കോഴ്സ്? എന്തുകൊണ്ടാണ് പെൺകുട്ടികളും അതുപോലെ സ്ത്രീ ടീച്ചേഴ്സും ലേഡി ടീച്ചേഴ്സും വുമൻ സ്റ്റഡീസ് വേണമെന്ന് പറയാൻ കാരണം? വുമൻ സ്റ്റഡീസ് കോഴ്സ്, അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടാക്കണം എന്ന് പറയാൻ കാരണം, ദ വുമൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഡിമാൻഡ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വിമൻ സ്റ്റഡീസ് കോഴ്സ് ടു ക്ലെയിം എ വിമൻ ഡിറക്റ്റഡ് എഡ്യൂക്കേഷൻ. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസർക്ക് സ്ത്രീകളെ ഡിറക്റ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ എഴുതിയ വർക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിമൻ ഡിറക്റ്റഡ് എഡ്യൂക്കേഷൻ, അവർക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ നല്ല രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൗ ഡസ് ആൻഡ്രി റിച്ച് ഡിഫൈൻ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് യുവർ സെൽഫ് ഫ്രം ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്? എന്തുകൊണ്ടാണ് ആൻഡ്രി റിച്ച് അപ്പോൾ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് യുവർ സെൽഫ്, നിങ്ങളിലേക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് ഫ്രം ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഒരു ഫീമെയിൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറയാൻ കാരണം എന്താണ്? ദ റെസ്പോൺസിബിലിറ്റി യുവർ സെൽഫ് മീൻസ് റെഫ്യൂസിങ് ടു ലെറ്റ് അതേഴ്സ് ഡു യുവർ തിങ്കിങ്, ടോക്കിംഗ് ആൻഡ് നെയിമിങ് ഫോർ യു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫ്യൂസിങ് ടു അതേഴ്സ് ടു ഡു തിങ്കിങ്, ടോക്കിംഗ് ആൻഡ് നെയിമിങ് ഓഫ്. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി പേര് കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടി നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുക എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെഫ്യൂസ് ചെയ്യണം, നിരസിക്കണം. അങ്ങനെ പാടില്ല. ഇറ്റ് മീൻസ് ലേണിംഗ് ടു റെസ്പെക്റ്റ് ആൻഡ് യൂസ് യുവർ ഓൺ ബ്രെയിൻ ആൻഡ് ഇൻസ്റ്റിങ്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാം, നിങ്ങളെ തലച്ചോറും നിങ്ങളുടെ കഴിവുകളും ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുൻപന്തിയിലേക്ക് എത്തുക. ഗ്രാപ്പിംഗ് വിത്ത് ഹാർഡ് വർക്ക്, അതോടുകൂടി നിങ്ങൾക്ക് ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് എവറിത്തിങ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എക്സ്പ്രസസ് ഹർ ഇംപാഷൻസ് വിത്ത് സ്റ്റഡീസ്? അവളുടെ ഇംപാഷൻസ്, അക്ഷമ കാണിക്കുന്നത് എങ്ങനെയാണ്? എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എക്സ്പ്രസസ് ഹർ ഇംപാഷൻസ് വിത്ത് സ്റ്റഡീസ് ബൈ റൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ പാസീവ് റെസിപ്പൻസി ഇൻ ദ മൈൻഡ്. നമ്മളെന്താണ് പാസീവായിട്ട് എന്തൊക്കെയാണ് പറയുന്നു അതൊക്കെ നമ്മളാണ്ട് എടുക്കുക. അതാണ് പാസീവ് അക്സെപ്റ്റൻസി അല്ലെങ്കിൽ റെസിപ്പൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കേട്ടാലും അത് സ്വീകരിക്കുക എന്നുള്ളതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഷീ സെഡ് ദാറ്റ് വിമൻ വാണ്ട് ടു ബി തിങ്ക് ആക്റ്റീവ്ലി ബിക്കോസ് ദെയർ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ക്വിക്കർ ദാൻ ദ ഓഫ് മെൻ. സ്ത്രീകൾ എന്ത് ചെയ്യണം? വളരെ ആക്റ്റീവായിട്ട് ചിന്തിക്കണം, വളരെ എനർജറ്റിക്കായിട്ട് ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുരുഷനേക്കാളും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ദെയർ ഡിഫക്റ്റ് ലൈസ് ഫോർ ദ മോസ്റ്റ് പാർട്ട് ഇൻ ദ ലോജിക്കൽ ഫാക്കൽറ്റി ആൻഡ് ഇൻ ദ ഹയർ മെൻ്റൽ ആക്ടിവിറ്റീസ്. അവർക്ക് മെൻ്റൽ ആക്ടിവിറ്റീസിലൊക്കെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഫീമെയിലാണ് കൂടുതൽ ദാൻ ദി മെയിൽ. വാട്ട് അക്കോർഡിംഗ് ടു റിച്ച് ഈസ് ദ കറേജ് ടു ബി ഡിഫറെൻറ്റ്? എന്താണ് കറേജ് ടു ബി ഡിഫറെൻറ്റോട് ഉദ്ദേശിക്കുന്നത്? Courage to be different means women should be able to demand from others, parents, friends, roommates, teachers, lovers, husbands and children to respect their sense of purpose and their integrity as a person. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പറ്റണം, ഡിമാൻഡ് ഫ്രം അതേഴ്സ്. ഇപ്പം അച്ഛനാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും റൂംമേറ്റ് ആണെങ്കിലും ടീച്ചറാണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരുടെ അടുത്തുനിന്ന് ടു റെസ്പെക്ട് ദെയർ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്നുള്ള രൂപത്തിലുള്ള റെസ്പെക്റ്റും ആ എല്ലാ അർത്ഥത്തിലുള്ള ഒരു അന്തസ്സും കാര്യങ്ങളൊക്കെ ഫീമെയിലിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ അവർക്ക് അടിമയായി ജീവിക്കുന്ന അപ്പുറത്തേക്ക് അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റണമെന്നാണ് പറയുക. ആർക്കാണെങ്കിലും നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ വളരണമെന്നാണ് പറയുന്നത്. What according to Rich is the second part of the contract?
എന്താണ്? The second part of contract is that in women's college, students have right to expect their faculty to take them serious because the many male professors still feel that teaching in a women's college is a second-rate career. സ്ത്രീകളുടെ കോളേജിൽ സ്ത്രീകൾ തന്നെ ടീച്ചേഴ്സ് ആവണം എന്നുള്ളതാണ്. ഹാവ് ദ റൈറ്റ് ടു എക്സ്പെക്ട് ദെയർ ഫാക്കൽറ്റി ടേക്ക് ദ സീരിയസ്